ഇനി പത്മകുമാറിന് മാത്രമേ ജാമ്യം കിട്ടാനുള്ളൂ. അദ്ദേഹത്തിന് ഉടനെ ജാമ്യം കിട്ടും. ഒരെണ്ണത്തിൽ കിട്ടി. അപ്പോൾ പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ചതിന് ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് കണ്ടിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതിരുന്ന നടപടി കേരളത്തിലെ ജനങ്ങൾ കണ്ട ഒരു കാര്യമാണ്. പാർഷ്യലായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുന്ന നടപടിക്ക് ഗവൺമെന്റ് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തില്ല. രണ്ട്, കെമിക്കൽ അനാലിസിസിന്റെ റിപ്പോർട്ട് കിട്ടിയില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം വൈകിയതെന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പായിരുന്നു. അപ്പോൾ വളരെ ബോധപൂർവമാണ് നമ്മൾ കണ്ടതുപോലെ പ്രതികൾക്ക് ഓരോരുത്തർക്കും ജാമ്യം ലഭിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, 41 ദിവസം തന്ത്രി ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു അയാട്ട് ഓഫ് എവിഡൻസ് ഇല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ജാമ്യം കൊടുത്ത് വിടുകയാണെന്നാണ് പറഞ്ഞത്. ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ കോടതി തീരുമാനിച്ചു. ആ കോടതിയെ ഇപ്പോൾ വിമർശിക്കുകയാണ് നിയമമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്.